എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബം കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ ആത്മഹത്യ ചെയ്തിരുന്നു. ചെറുവത്തൂർ മുണ്ടക്കണ്ടത്തിലെ തമ്പാന്റെ കുടുംബമാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. തമ്പാന്റെ 9 വയസ്സുകാരനായ മകൻ കാർത്തിക് 2011 മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ചെറുവത്തൂർ പ്രദേശത്തെ എൻഡോസൾഫാൻ ദുരിതബാധിത പഞ്ചായത്തിൽ ഉൾപ്പെടുത്താത്തതിനാൽ ലിസ്റ്റിൽ പരിഗണിച്ചിരുന്നില്ല. 2013 മാർച്ച് 25-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സർവകക്ഷി യോഗത്തിൽ 11 പഞ്ചായത്തുകൾക്ക് പുറത്തുള്ളവരെയും പരിഗണിക്കാൻ തീരുമാനമെടുത്തിരുന്നു. പുതുതായി മെഡിക്കൽ ക്യാമ്പ് നടത്തി ദുരിതബാധിതരെ കണ്ടെത്താനായിരുന്നു തീരുമാനം. 2013 ആഗസ്റ്റിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 11 പഞ്ചായത്തുകൾക്ക് പുറത്തുള്ള രോഗികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. എന്നാൽ ക്യാമ്പ് സംഘടിപ്പിച്ച് 10 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായും ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. ഈ ലിസ്റ്റ് പുറത്തിറക്കിയിരുന്നുവെങ്കിൽ കാർത്തികിന് മികച്ച ചികിത്സയും സഹായവും ലഭിക്കുമായിരുന്നു. 2012-ലും എൻഡോസൾഫാൻ ലിസ്റ്റിൽ ഉൾപ്പെടാനാവാത്തതിൽ ദുരിതബാധിതൻ ആത്മഹത്യ ചെയ്തിരുന്നു. 2012 ആഗസ്റ്റ് 21-ന് സർക്കാർ പ്രസിദ്ധീകരിച്ച എൻഡോസൾഫാൻ ലിസ്റ്റിൽ തന്റെ പേര് ഉൾപ്പെടാത്തതിലുള്ള വേദനയിൽ വെള്ളൂർ സരോളിമൂലയിലെ ജാനു നായിക്കാണ് ആത്മഹത്യ ചെയ്തത്. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിൽ അലംഭാവം കാട്ടുന്ന അധികൃതർക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുകയാണ്. ഷെഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്.